കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായി ലിയോ 14 സ്ഥാനമേറ്റു. സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ പ്രധാന വേദിയിലാണ് ചടങ്ങുകൾ നടന്നത്. വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിലെത്തി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലേക്കുള്ള പ്രദക്ഷിണം ആരംഭിച്ചത്. തന്റെ മിടുക്കുകൊണ്ടല്ല മാർപ്പാപ്പയായതെന്നും ദൈവസ്നേഹത്തിന്റെ വഴിയിൽ നിങ്ങൾക്കൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സ്നേഹവും ഐക്യവും പ്രധാനമാണെന്നും ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞു. സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശയാത്രയിൽ പങ്കെടുക്കാൻ ശശി തരൂർ എംപിക്ക് AICCയുടെ അനുമതി. പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് പേര് നിർദ്ദേശിക്കാതിരിക്കെ കേന്ദ്രം തരൂരിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തരൂർ ഉൾപ്പെടെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി 4 കോൺഗ്രസ് അംഗങ്ങൾക്ക് പാർട്ടി അനുമതി നൽകിയത്. വാൽപ്പാറയിൽ ബസ് 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം, 40 പേർക്ക് പരിക്കേറ്റു. തിരുപ്പൂരിൽ നിന്ന് വാൽപ്പാറയിലേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് സർക്കാർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 12:30 അപകടം. വാൽപ്പാറയ്ക്ക് സമീപം കവേഴ്സ് എസ്റ്റേറ്റ് ഭാഗത്ത് 33-ാം കൊണ്ടായി സൂചി വലയിലെ 20 അടി താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത്. അപകടം നടക്കുമ്പോൾ 72 യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. മന്ത്രി സജി ചെറിയാനെ പരോക്ഷമായി വിമർശിച്ച ജി സുധാകരൻ, രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ മുഴുവൻ വെല്ലുവിളിച്ച ആൾക്കെതിരെ 1 മാസം എടുത്താണ് FIR രജിസ്റ്റർ ചെയ്തത്. തനിക്കെതിരെ 3 ദിവസത്തിനുള്ളിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതായും ജി സുധാകരൻ പറഞ്ഞു. നെഗറ്റീവ് പറഞ്ഞ് പോസിറ്റീവ് ആക്കുന്ന പ്രസംഗതന്ത്രമാണ് താൻ ഉപയോഗിച്ചത്. പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് കാത്തു നിൽക്കുകയാണെന്നും മുൻകൂർ ജാമ്യാപേക്ഷ എടുക്കില്ലെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കരുതെന്നാവശ്യപ്പെട്ട് കുടുംബം ബാലാവകാശ കമ്മീഷനെ സമീപിച്ചു. പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കണമെന്ന ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഷഹബാസിന്റെ കുടുംബം പരാതി നൽകിയത്. ഹൈദരാബാദിലെ ചാർമിനാറിനടുത്തുള്ള ഗുൽസാർ ഹൌസിലെ കെട്ടിടത്തിൽ വൻ തീപിടുത്തം, 17 പേർ മരിച്ചു, 15 പേർക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. 7 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്നാണ് റിപ്പോർട്ട്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് സംഭവം. പുലർച്ചെയായതിനാൽ പലരും ഉറക്കത്തിലായിരുന്നു. പ്രദേശം പുക കൊണ്ട് മൂടിയപ്പോഴാണ് അപകട വിവരം പുറത്തറിയുന്നത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരളത്തിൽ നാളെ മുതൽ മഴ സജീവമാകാൻ സാധ്യതയെന്നാണ് പ്രവചനം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടിമിന്നലോടുള്ള അതിശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂയോർക്കിലെ വിഖ്യാതമായ ബ്രൂക്ലിൻ പാലത്തിൽ കപ്പലിടിച്ച് അപകടം, 2 പേർ മരിക്കുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മെക്സിക്കൻ നേവിയുടെ പരിശീലന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച രാത്രി 8:30യോടെയാണ് സംഭവം. ഈസ്റ്റ് റിവറിന് കുറുകെയാണ് ബ്രൂക്ലിൻ പാലം നിലകൊള്ളുന്നത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കപ്പലിന്റെ ദീപാലംകൃതമായ 3 പായ്മരങ്ങളുടെ മുകൾ ഭാഗം പാലത്തിലിടിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്.